ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നൊരു ആംപ്ലിഫയറിനകത്ത് വെക്കുന്നൊരു ഫാനാണ്. ഇപ്പോൾ നമ്മൾ ആംപ്ലിഫയർ IC ഹീറ്റ് ആകുന്ന അല്ലെങ്കിൽ ഹീറ്റ് സിങ്ക് ചൂടാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുകയും ഓഫ് ആകുകയും ചെയ്യുന്ന രീതിയിൽ. അല്ല ഇപ്പം സാധാരണ നമ്മൾ ആംപ്ലിഫയർ ഓണാക്കുമ്പോൾ ഫാൻ ആദ്യമേ ഓടാൻ തുടങ്ങും. അത് ഭയങ്കര നോയ്സ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്കൊരു ഇതാകുമ്പോഴത്തേക്ക് ഹീറ്റ് സിങ്ക് ചൂടാകുന്നതനുസരിച്ച് മാത്രം വർക്ക് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് വേണ്ടത് ഒരു IRF44 വേണം. IRF44 ആണ്. പിന്നെ വേണ്ടതൊരു 100 ഓംസോ അല്ലെങ്കിൽ 110 ഓംസോ റെസിസ്റ്ററും വേണം. പിന്നെ ഇൻഡക്ഷൻ കുക്കറിലേക്ക് വരുന്ന സെൻസറാണിത്, തെർമിസ്റ്റർ. അല്ലെങ്കിൽ ഇതേപോലത്തെ ടൈപ്പാണല്ലോ ഉള്ളൂ. പഴയ ഇൻവെർട്ടറിൻ്റെ മോഡൽ അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കറിൻ്റെ മോഡലൊക്കെ ഈ മോഡൽ ടൈപ്പാണല്ലോ ഉണ്ട്. ഇതാണ് സ്ക്രൂ ചെയ്ത് വെക്കാൻ എളുപ്പമുണ്ട്. ഇതാണെങ്കിൽ പിടിപ്പിച്ച് വെക്കാൻ ഇച്ചിരി പാടാന്നുള്ളതേ ഉള്ളൂ. സംഭവം വർക്ക് ചെയ്യാനായിട്ട് സെയിമാണ്. അപ്പോൾ എന്താണ് ഈ സംഭവം എങ്ങനെയാണെന്ന് വർക്ക് ചെയ്ത് കാണിക്കാം. ഇത് സപ്ലൈ കൊടുക്കേണ്ടത് ഈ ലൈനിൽ ഈ ബ്ലൂ വയർ കണക്ട് ചെയ്തേക്കുന്നതിൻ്റെ അത് നെഗറ്റീവ്. അതിൻ്റെ കൂടെ തന്നെ റെസിസ്റ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. അത് നേരെ ഇപ്പുറത്തെ ലെഗിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, നേരെ ഇപ്പുറത്തേലേക്ക്. ഇത് ഫാനിൻ്റെ പോസിറ്റീവ്. ആ കൂട്ടത്തിൽ തന്നെ സെൻസറും കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനാണ് ബാറ്ററിയുടെ പോസിറ്റീവും വരുന്നത്. ഇപ്പോൾ ഈ സൈഡിലത്തെ കാലിലും ഇങ്ങനത്തെ കാലിലേക്കുമായിട്ട് റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. 110 ഓംസാണ് ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്തത്. 100 ഓംസാണ് മതി. ബ്ലൂ വയർ നെഗറ്റീവ് ഈ സൈഡിൽ, വല സൈഡിലെ പിന്നെ നെഗറ്റീവ്. ഈ സെൻസറിൻ്റെയും ഫാനിൻ്റെയും കൂടെ വരുന്നത് പോസിറ്റീവ്. മോസ്ഫെറ്റിൻ്റെ സെൻറ്ററിലത്തെ കാലാണ് ഫാനിൻ്റെ നെഗറ്റീവ് വരുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടും ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോൾഡറിംഗ് അയൺ വെച്ചിട്ട് ആ സെൻസർ ഒന്ന് ചൂടാക്കാം. ചൂടായപ്പോഴത്തേക്ക് ഫാൻ ഓടുന്നുണ്ട്. അതിന് ചൂട് പോകുന്നു, അന്നേരം ഫാൻ ഓഫ് ആകുന്നു. ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് മറ്റേ സെൻസറത്ത് കണക്ട് ചെയ്ത് നോക്കാം. ഈ ടൈപ്പ് പഴയ ഇൻഡക്ഷൻ കുക്കറിലൊക്കെ മോഡൽ ചിലതിൻ്റെ അകത്തുണ്ട്. ഇല്ലെങ്കിൽ ഇൻവേർട്ടറിൻ്റെ പഴയ മോഡലൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഇലക്ട്രോണിക്സ് ഷോപ്പിൽ ചോദിക്കേണ്ടി വരും. ഇത് ഞാൻ പഴയൊരു ഇൻവേർട്ടറിൻ്റെ ബോർഡിൽ നിന്ന് അയച്ചെടുത്താണ്. ഇത് നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ സെൻസറാണ്. പിന്നെ കോയിലിൻ്റെ സെൻറ്ററിൽ വെക്കുന്ന സെൻസറും ഇത് തന്നെയാണ്. IGBTയുടെ എടുത്ത് വെച്ചേക്കുന്ന ഈ സെൻസർ തന്നെയാണ്. IGBTയുടെ ഇവിടെ വരുന്ന സെൻസറാണ് ഈ സൈഡിലെ. ഇതാണെങ്കിലും മതി. ഇത് ഹീറ്റ് സിങ്കിൽ വേറെ രണ്ട് സൈഡ് ഷോർട്ട് ആവാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് എങ്ങനെയും ഉറപ്പിച്ച് വെക്കുകയാണെങ്കിൽ മണ്ടക്കിടന്നിലൊരു ചെറിയ ഷീറ്റോ എന്തെങ്കിലും സാധനം വെച്ച് ഉറപ്പിച്ച് വെക്കുക. ഇല്ലെങ്കിൽ പശയ്ക്ക് വല്ല ഒട്ടിക്കണം. പശയ്ക്ക് ഒട്ടിച്ചതിലേക്ക് ചൂട് കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ ഈ ടൈപ്പ് സെൻസറാണെങ്കിൽ കുറച്ച് എളുപ്പമുണ്ട്. സ്ക്രൂ ചെയ്ത് വെച്ചാൽ മതി. അതിൻ്റെ സപ്ലൈയും കാര്യങ്ങളെല്ലാം സെയിം തന്നെ. ഇങ്ങേറ്റം നെഗറ്റീവ്, ആ കൂടത്തിന് റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ട് ഏറ്റവും അങ്ങേറ്റത്തെ കാലിലും കണക്ട് ചെയ്യുക. ആ കൂടത്തിൽ ഒരു സെൻസറിൻ്റെ വയർ. ഫാനിൻ്റെ പോസിറ്റീവും ബാറ്ററിയുടെ പോസിറ്റീവും സെൻസറിൻ്റെ ഒരു ലൈനും ഒരുമിച്ച് വന്നു. ഫാനിൻ്റെ ഔട്ട് മോസ്ഫെറ്റിൻ്റെ സെൻറ്ററിലത്തെ കാലിലായിരുന്നു.
സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട്. ലൈറ്റർ ഒന്ന് ചൂടാക്കാം. ഓഫായിട്ടുണ്ട്. സംഭവം ചെറിയ കേസേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഫാന് പിന്നെ വെച്ചേക്കുന്നതിന് അടുത്ത് ഏകദേശം ഒരു അടുത്ത് ആയിട്ട് ആംപ്ലിഫയറിൻ്റെ ഹീറ്റ് സിങ്ക് നിൽക്കുന്ന എളുപ്പമുണ്ട്. പെട്ടെന്ന് ഫാൻ നിന്ന് വേണമെങ്കിൽ വർക്ക് ചെയ്തോളും. ഓവറായിട്ട് കണ്ടിന്യൂസ് ഓടാതെ തണുത്ത് നിന്നോളും. അല്ലെങ്കിൽ നമ്മൾ ഹീറ്റ് സിങ്കിൻ്റെ അടുത്ത് ഒത്തിരി അടുത്ത് ഫാനെ മാറി നിൽക്കുന്നെങ്കിൽ ഇത് തണുക്കാൻ ഒത്തിരി സമയമെടുക്കും, ഫാൻ ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ കറക്റ്റായിട്ട് ഫോട്ടോ അയച്ചു തരാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.